ലളിത ചേച്ചിയോടൊപ്പം ഒരുപാട് അല്ലേ 10 വർഷം. 10 വർഷം. ആ വിയോഗം എങ്ങനെയാണ്? അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കാരണം ഇതിപ്പോ ഒരു ഫിലിം ആണെങ്കിൽ സാറേ, ഇപ്പം ആ ഒരു 30 ദിവസം അല്ലെങ്കിൽ 30 ദിവസത്തിൽ ഒരു 10 ദിവസമൊക്കെ ലളിത ചേച്ചി കാണാം. അത്രയല്ല ഉള്ളു ഇന്നത്തെ വലിയ സൂപ്പർ സ്റ്റാറുകളും ഒക്കെ ആയിട്ട്. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനല്ല, എല്ലാ മാസവും ഒരു 10 ദിവസം മിനിമം വീതം. ഒരു 10 വർഷമാണ്. 10 വർഷം. 10 വർഷം. അപ്പോൾ ഒരു മാസം തന്നെ 10 ആകുമ്പോൾ ഒരു വർഷം 120 ദിവസം, 1200 ദിവസങ്ങൾ. അത്രയും കാലം ഞങ്ങൾ അത്രയും ഇതായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ദിവസം അവരില്ലാതായി പോകുമ്പോൾ നമുക്ക് അതിൻ്റെതായ എനിക്ക് ഇതേ ഒരു വേദനയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ തുടക്കകാലം തൊട്ട് ഞാൻ ലളിത ചേച്ചിയെ കാണുന്നു. അതെ, ഭരതേട്ടൻ്റെ പ്രണാമം എന്ന ചിത്രത്തിൽ ആണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. അതിനു മുമ്പ് ഒരുപാട് പടങ്ങൾ ഭരതേട്ടൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എവിടെയൊക്കെ ഷോയ്ക്ക് പോയിട്ടുണ്ടോ അവിടെ എല്ലാം ലളിത ചേച്ചി വന്നിട്ടുണ്ട്. അതായത് ഈ പണ്ട് ഗൾഫ് ഷോ ഉണ്ടല്ലോ, അതിനകത്തെല്ലാം ലളിത ചേച്ചി വന്നിട്ടുണ്ട്, സുകുമാരി ചേച്ചി. ഇവർ രണ്ടുപേരും സ്ഥിരം ഉണ്ടായിരുന്നു. അപ്പൊ സുകുമാരി ചേച്ചി എപ്പോഴും പറയാറുണ്ട്, കുട്ടാന്ന് എന്നെ വിളിക്കുന്നത്, കുട്ടനാണ് എൻ്റെ ഗുരു. അപ്പൊ ലളിത ചേച്ചി ഒരു പാട്ട് പാടുന്നെങ്കിൽ സുകുമാരി ചേച്ചി വേറൊരു പാട്ട് പാടും. അപ്പൊ ഇവർക്കെല്ലാം ട്രെയിനിങ് കൊടുക്കുന്നത് ഞാനാ. ഒരുപാട് കഥകളുണ്ട്. കാരണം അമേരിക്കയിൽ പോയിട്ട് വേറൊരു പണ്ട് ഈ അക്കരെ 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 എന്നുള്ള സിനിമയ്ക്ക് പോയപ്പോഴത്തേക്ക് അവിടെ ഞങ്ങൾ ചീട്ട് കളിച്ചിട്ട് $1 ഞാൻ ലളിത ചേച്ചി കൊടുക്കാൻ തോറ്റുപോയി. എന്റെ പൊന്നെ, ഞാൻ അന്ന് മദ്രാസിലാണ് വന്നിറങ്ങിയത്, ന്യൂയോർക്കിൽ നിന്ന്. വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. കഷ്ടകാലത്തിന് എന്റെ തൊട്ടപ്പുറത്താ ചേച്ചി. ഞാനൊന്ന് ഉറങ്ങി ഒന്ന് എണ്ണിക്കും, എടാ കൊച്ചനെ $1 വലിയ വിലയാണല്ലോ. ചേച്ചി ഞാൻ തരാം, അവിടെ ഇറങ്ങിയിട്ട് തരാം. കാരണം എൻ്റെ കയ്യിൽ $100 ആയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇറങ്ങിയിട്ട് തരാം, ഞാൻ മാറ്റിത്തരാം. മാറ്റുന്ന എവിടുന്നാ മാറ്റുന്നത്? ഇത് നമ്മുടെ കടയിൽ കൊടുത്ത് മാറ്റുന്നവരാണ്. ഇതെപ്പോഴും അന്നൊക്കെ ഭയങ്കര പ്രയാസം. ഒരു 250 പ്രാവശ്യമെങ്കിലും അമേരിക്കയിൽ നിന്ന് മദ്രാസ് വരെ ചോദിച്ചാൽ ആ കൊച്ചനെ $1 തന്നെയാടാ. അതിനുശേഷം എത്രയോ ഞാൻ ചേച്ചിയായിട്ട് ഇന്ന് ചേച്ചി പാടിക്കുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ചേച്ചിയെ കാണാൻ ഞാൻ പോയിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് മകൻ പറഞ്ഞു അകത്തേക്ക്, ഞാൻ അവിടെ വെളിയിൽ നിന്നിട്ട് തിരിച്ചു വന്നു. കാരണം അകത്തേക്ക് ആരെയും കയറ്റുന്നില്ല, കാരണം ഇൻഫെക്ഷൻ വന്നാലോ എന്ന് പഴിച്ചിട്ട് കയറ്റുന്നില്ല എന്നു. പിന്നെ വളരെ ദുഃഖത്തോടു കൂടി അവിടെ തൃപ്പൂണിത്തറ ദർശനത്തിന് വെച്ചിരുന്നു. അന്ന് വന്ന് കാലിൽ തൊട്ട് തൊഴുതു. ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആൻഡ് എ ഹ്യൂമൻ ബീങ്.